ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മളെ വീട്ടിൽ എപ്പോഴുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഒട്ടും എണ്ണ പിടിക്കാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റാണ് ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാരറ്റിനെ ഇതുപോലെ കനം കുറച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ക്യാരറ്റ് മുഴുവനായിട്ട് ഞാനിതാ ഇതുപോലെ കനം കുറച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ക്യാരറ്റ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ക്യാരറ്റിൻ്റെ പീസും എടുത്ത് നോക്കിയാൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക വെന്തിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ക്യാരറ്റ് എത്രത്തോളം തിന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇത് കോരി മാറ്റി വെക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് ചൂടാറി വരണം കേട്ടോ. ചൂടാറിയിട്ട് നമ്മൾ ഇതാ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു ക്യാരറ്റിൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നോർമൽ മധുരമാണ് കേട്ടോ. സാധാരണ വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മധുരമാണ്. ഇനി കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ഇനി അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വെള്ളം കൂടി പോകരുത് കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 കപ്പ് വരെ ആവാം. തേങ്ങ കൂടുന്തോറും ടേസ്റ്റ് കൂടും. പിന്നെ ഇതിലേക്കൊരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം. പിന്നെ ഈ സമയത്ത് ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ പഞ്ചസാരയും ക്യാരറ്റും കൂടെ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു പഞ്ചസാര കളിഞ്ഞിട്ട് കുറച്ചതിൽ നനവുണ്ടാവും. പിന്നെ നമ്മൾ അരഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം 1 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മളിങ്ങനെ കുഴച്ച് എടുക്കുന്ന സമയത്ത് പിന്നെ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതായത് ഒട്ടുന്ന ആ ഒരു പരുവത്തിലൊക്കെ കിട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ചൊരു ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു പലകയിൽ കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത് കേട്ടോ. ഒരു 1/4 ഇഞ്ച് കനത്തിലൊക്കെ പരത്തിയെടുക്കുക. നമ്മൾ നെയ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കട്ടിയിൽ പരത്തിയെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കിത് കുക്കി കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അടപ്പ് വെച്ചിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചെറിയ അടപ്പൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പീസുകളൊക്കെ ഇതിൽ നിന്ന് ഈ ഒരു പരത്തിയെടുത്തതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും 3 പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു മാവ് ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു പീസുകളൊക്കെ ഉണ്ടല്ലോ, അത് കുഴച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ ഇട്ട് കൊടുത്ത് ഇത് നല്ല ചൂടായിട്ടിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊന്നും വേവാതെ പുറംഭാഗം പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ. പിന്നെ ഞാനിത് പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ വെളിച്ചെണ്ണയിലാവുമ്പോൾ വേറൊരു ഫ്ലേവറും കൂടെ വരും കേട്ടോ. ഒരു നാടൻ ഫ്ലേവറാണ് ഈ ഒരു പലഹാരത്തിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ പൊരിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾ ഏത് ഓയിലാണോ പൊരിച്ചെടുക്കാതെ യൂസ് ചെയ്യുന്നത് അതിൽ പൊരിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് അങ്ങനെ ഒന്ന് റെഡി ആയിട്ട് വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാലുള്ളത് മുകളിലേക്ക് പൊങ്ങി വരിക. ആ ഒരു സമയം വരെ ഇത് അടിയിൽ തന്നെയാണ് കേട്ടോ നിൽക്കുക ഇതുപോലെ. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക.
ഈ ഒരു സമയം വരെ ഇത് എണ്ണേൻ്റെ അടിയിലായിരുന്നു കേട്ടോ കിടന്നിരുന്നത്. ഇപ്പോൾ ഇതാ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്, ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീർത്ത് വന്നാൽ ഇതിൻ്റെ ഉൾവശമൊക്കെ വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കളർ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പൊരിച്ചെടുക്കാം. ഇതുപോലെയുള്ള ഇരുമ്പ് ചട്ടിയിലൊക്കെയാണ് പൊരിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ. കാരണം ഇരുമ്പ് ചട്ടി ആകുമ്പോൾ അത്യാവശ്യം നല്ല അതിൽ ചൂട് നിൽക്കും. അപ്പോൾ നല്ല ചൂടായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നതിൻ്റെ മുമ്പ് തന്നെ അത് പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതാ ഇതുപോലെ വീർത്ത് വന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കളറൊക്കെ നല്ലൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് കോരിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്